Module 1 Principles of Business Decisions. Important economic concepts and theories applied in decision making. That means നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എക്കണോമിക് തിയറീസ് അപ്ലൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എക്കണോമിക് തിയറീസ് കോൺസെപ്റ്റുകളും അപ്ലൈ ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ദ ഇൻക്രിമെൻ്റൽ റീസണിങ്. The use of incremental concept in business decision is called incremental reasoning. അപ്പോൾ ബിസിനസ് ഡിസിഷനിൽ എക്കണോമിക് കോൺസെപ്റ്റ് ആയിട്ടുള്ള ഇൻക്രിമെൻ്റൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് അത് നമ്മൾ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താൽ അതിനെ നമ്മൾക്ക് ഇൻക്രിമെൻ്റൽ റീസണിങ് എന്ന് പറയാം. ദെൻ ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റുകളാണുള്ളത് നോക്കാം. ദർ ആർ 2 ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ്സ്, incremental cost and incremental revenue. The incremental cost is the change in total cost as a result of change in the nature of business activity. The change may be a change in price, introduction of new product, change in distribution channel, installing a new machine, entering a new market, etc. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് ബിസിനസ് ഡിസിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇൻക്രിമെൻ്റൽ റീസണിങ് എന്നാണ് വിളിക്കുക. ഇതിന് 2 ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റുകളാണ് സാധാരണയായിട്ടുള്ളത്, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കോൺസെപ്റ്റും ഇൻക്രിമെൻ്റൽ റവന്യൂ കോൺസെപ്റ്റും. ഫസ്റ്റ് നമ്മൾക്ക് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറയാം. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. ഒരു ബിസിനസ് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന നേച്ചർ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഏതൊക്കെ ചേഞ്ചസ് ആണ് പറയുന്നത്? പ്രൈസിൽ, ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ അവരൊരു ന്യൂ പ്രോഡക്റ്റ് ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് ലൈനിലൂടെ ഒരു ന്യൂ പ്രോഡക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. ദെൻ ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഓർഗനൈസേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ദെൻ പിന്നെ എന്താണ്? ഇൻസ്റ്റാളിങ് എ ന്യൂ മെഷീൻ, ഒരു പുതിയ മെഷീൻ ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു എന്നുണ്ടെങ്കിൽ. ദെൻ പിന്നെ എൻറ്ററിങ് എ ന്യൂ മാർക്കറ്റ്, ഒരു പുതിയ മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ചസിലൂടെ ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നുള്ളതാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സിൽ ഈ പറഞ്ഞ പ്രൈസിൽ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ചേഞ്ച് ചെയ്താൽ, ഒരു പുതിയ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പുതിയ മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എൻ്റർ ചെയ്താൽ, ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ് അതിൻ്റെ നേച്ചറിൽ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ കോസ്റ്റിൽ എന്ത് ഇൻക്രീസ് ആണ് വരുന്നത് അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, എന്ത് ഇൻക്രീസ് ആണ് നമ്മുടെ കോസ്റ്റിൽ ഈ ചേഞ്ചസ് വഴി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് incremental revenue. Incremental revenue is a change in total revenue as a result of above mentioned changes in the nature of business activity. Then അപ്പോൾ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്താണ്? നേരത്തെ പറഞ്ഞ സെയിം നേച്ചറിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ചേഞ്ചസ് ഇൻ ദ പ്രൈസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്, ചേഞ്ചസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഇൻസ്റ്റാളിങ് എ ന്യൂ മെഷീൻ, എൻറ്ററിങ് ഇൻ ടു എ ന്യൂ മാർക്കറ്റ്, ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ നമ്മുടെ ബിസിനസ്സിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റവന്യൂവിലുണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് പഠിക്കുന്നതാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പഠിച്ചത് ഈ ചേഞ്ചസ് മൂലം കോസ്റ്റിൽ എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത്, അതായത് നമ്മുടെ എക്സ്പെൻസ് ആണ് അല്ലേ. സെക്കൻഡ് പഠിക്കുന്നത് ഇൻക്രിമെൻ്റൽ റവന്യൂവിൽ നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ ഇൻകത്തിൽ എന്ത് ചേഞ്ചാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. ദെൻ thus incremental concept measures the impact of decision alternative on both cost and revenue. അപ്പോൾ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് ടോട്ടലി നമ്മൾ 2 ടൈപ്പ് ഓഫ് ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റുകൾ പറഞ്ഞു, 2 ടൈപ്പാണ്. അപ്പോൾ ടോട്ടലി നമ്മൾക്ക് ഈ ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് എന്നുള്ളത് എന്താണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ബിസിനസ് ഡിസിഷൻസിൽ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എന്ത് ചേഞ്ചാണ് നമ്മളുടെ ഓർഗനൈസേഷനിൽ ടോട്ടൽ കോസ്റ്റിനും ടോട്ടൽ റവന്യൂവിനും ഉണ്ടാകുന്നത് എന്നാണ് ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റിലൂടെ പഠിക്കുന്നത്. ദെൻ if the incremental revenue exceeds the incremental cost of decision alternative, it may be accepted. നമ്മൾക്കറിയാം അല്ലേ, റവന്യൂ അതായത് ഇൻകം കൂടുതലും കോസ്റ്റ് കുറവുമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് അക്സെപ്റ്റ് ചെയ്യാം. തിരിച്ച് പറയാം, കോസ്റ്റ് കുറവും ഇൻകം കൂടുതലുമാണ്, അതായത് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഒരു ഓർഗനൈസേഷൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഇതിൽ
കോസ്റ്റ് കുറവാണ്, റവന്യൂ നമ്മൾക്ക് അല്ലെങ്കിൽ ഇൻകം കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടൽ ഇൻകം, ആ ടൈമിലുള്ള ടോട്ടൽ ഇൻകം ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഇൻകം ആണ് കൂടുതലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, നമ്മൾ ചെയ്ത ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത കാര്യം, ഒരു പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്തു എന്നുള്ള ഒരു ആക്ടിവിറ്റി നല്ലതാണ് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ. നമ്മൾ എടുത്ത ഡിസിഷൻ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ എ കമ്പനി ഈസ് പ്ലാനിങ് ടു എൻറ്റർ എ ന്യൂ മാർക്കറ്റ്. എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു കമ്പനി ഒരു പുതിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് അവരുടെ പ്രോഡക്റ്റ് വേറൊരു മാർക്കറ്റിൽ, സാധാരണ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റല്ല, വേറെ ഒരു ഡിഫറെൻറ്റ് മാർക്കറ്റിലേക്ക് അവർ നമ്മളുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. The incremental cost of entering a new market is estimated to be 2,50,000. If the estimated incremental revenue is 3 lakh, it is profitable to accept the decision of entering the new market. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മൾ പുതിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളത് കുറച്ച് കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ റിസർച്ചൊക്കെ നടത്തി നോക്കിയപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുകയാണ് അവിടുന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ റവന്യൂ, നമ്മളുടെ ഇൻകത്തിലുണ്ടായ ഇൻക്രീസ് എന്ന് പറയുന്നത് 3 ലാക്കാണ്. 3 ലാക്ക് ഇൻകമാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ നമ്മൾക്ക് അവിടെ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2,50,000 മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്ത് പറയാം, നമുക്കവിടെ 50,000 ലാഭമാണ്, ഇൻക്രിമെൻ്റൽ റവന്യൂ ആണ് നമ്മൾക്കവിടെ ഉണ്ടായിരിക്കുന്നത്. സോ ആ ഒരു ഡിസിഷൻ ശരിയാണ് എന്ന് നമ്മൾക്ക് പറയാം. അതാണ് ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് പറയുന്നത്. ദെൻ സെക്കൻഡ് കോൺസെപ്റ്റാണ് കോൺസെപ്റ്റ് ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. എക്കണോമിസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഓൺ ദ ബേസിസ് ഓഫ് ടൈം. നമ്മൾക്കറിയാം ടൈമിൻ്റെ ബേസിൽ നമ്മൾ 2 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. എന്തിന്, ഈ ടൈം പെർസ്പെക്റ്റീവിന് ഷോർട്ട് റൺ പെർസ്പെക്റ്റീവ് ഉണ്ട്, ലോങ് റൺ പെർസ്പെക്റ്റീവ് ഉണ്ട്. ദെൻ ഷോർട്ട് റൺ ഇസ് എ പീരിയഡ് സോ ഷോർട്ട് ദാറ്റ് ദ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് cannot be increased to produce additional unit of output. In the short run, output can be increased only by increasing the variable inputs like raw materials, labor, etc. അപ്പോൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരിയഡാണ്. അവിടെ നമ്മൾക്ക് നമ്മുടെ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള ഇൻപുട്ടുകൾ, അതായത് ചെറിയ ഇൻപുട്ടുകൾ, അധികം കോസ്റ്റ് വരാത്ത ടൈപ്പ് ഓഫ് ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്, റോ മെറ്റീരിയൽസിൽ ചേഞ്ചസ് വരുത്താം. നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ റോ മെറ്റീരിയൽസ് അഡീഷണൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലേബറിനെ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കാം. അതായത് നമ്മളുടെ പ്രോഡക്റ്റ് പുറത്തെത്തുന്ന പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ്സിൽ നമ്മൾക്ക് ഇൻക്രീസ് വരുത്താം. ഓക്കെ, ഷോർട്ട് റണ്ണിൽ നമ്മൾക്ക് വേരിയബിൾ ഇൻപുട്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസും ലേബറും അങ്ങനെയുള്ള വേരിയബിൾ ഇൻപുട്സ് മാത്രമേ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഇനി ലോങ് റണ്ണിൻ്റെ കാര്യം നോക്കാം. ലോങ് റൺ ഇസ് എ പീരിയഡ് ലോങ് ഇനഫ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. In the long run, output can be increased by increasing both the fixed cost, that is plant and equipments, and variable cost. അപ്പോൾ ഷോർട്ട് റണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലോങ് റൺ വരുന്നത്. ലോങ് റൺ എന്ന് പറയുന്നത് അവിടെ നമ്മൾക്ക് എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അതായത് ഫിക്സഡ് അസറ്റ്സ് ആണ് അല്ലെ. പ്ലാന്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് ആണ്, പെർമനൻറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട കാര്യമാണ്. അപ്പോൾ ലോങ് റണ്ണിൽ നമ്മൾക്ക് ഇതിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. കാരണം എന്താ, അത് ഫിക്സഡ് എക്സ്പെൻസ് ആണ്, വളരെയധികം എക്സ്പെൻസ് വരുന്ന ഒരു ഐറ്റമാണ് ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പെർമനൻറ്റ് ക്യാപിറ്റൽ ഇൻകം. നമ്മൾക്ക് പെർമനൻറ്റ് ക്യാപിറ്റൽ വേണ്ടി വരുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ലോങ് റൺ ആയതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ കിട്ടാനുള്ള ടൈം നമ്മൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മൾക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ റോ മെറ്റീരിയൽസ്, ലേബർ അങ്ങനെയുള്ള വേരിയബിൾ ഇൻപുട്സും അതുപോലെ തന്നെ ഫിക്സഡ് ഇൻപുട്സ് ആയിട്ടുള്ള ഈ പറഞ്ഞ ലാൻഡ് ആൻഡ് എക്യുപ്മെൻറ്റ്സും അതും ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ the significance of this distinction is that in the short run, a business firm can afford to ignore fixed cost for decision making. But in long run, a firm should take into account both fixed and variable costs for decision making. The following examples will make this point clear. അപ്പോൾ ദ സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റിങ്ഷൻ, അപ്പോൾ ഷോർട്ട് റണ്ണിൻ്റെയും ലോങ് റണ്ണിൻ്റെയും ഡിസ്റ്റിങ്ഷൻ നമ്മൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്താണ്? ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ അവിടെ ഫിക്സഡ് കോസ്റ്റുകളെ നമ്മൾക്ക് തൊടാൻ പറ്റില്ല. വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള ചെറിയ ഐറ്റംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേരിയബിൾ ഇൻപുട്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസും ലേബറും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് അതൊക്കെ കൂട്ടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കൂട്ടാൻ സാധിക്കും. പക്ഷേ ലോങ് റണ്ണിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ലോങ് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റുകളും അതുപോലെ തന്നെ വേരിയബിൾ ഇൻപുട്ടുകളും അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റുകളും ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട് ഇതിന്. Suppose there is a company
with a temporary idle capital. A customer places an order for 5,000 units at the rate of rupees 4 per unit. The variable cost, that ignoring the fixed cost of producing 1 unit, is rupees 3 only. Considering the principle of time perspective, the company may either accept or reject the order. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാണ്, കമ്പനിക്ക് കുറച്ച് ഐഡിയൽ ക്യാപിറ്റൽ ഉണ്ട്, കമ്പനിയുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ട്. ദെൻ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു 5,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 4, എന്തെങ്കിലും ഐറ്റം ആയിക്കോട്ടെ, ഏതൊരു ഐറ്റം ആയിക്കോട്ടെ, 4 രൂപയുടെ ഐറ്റമാണ്, അതൊരു 5,000 യൂണിറ്റ് ഓർഡർ ചെയ്തു. ഓക്കെ, നമ്മളുടെ കോസ്റ്റ്, നമ്മൾക്ക് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് 3 രൂപയാണ്. 3 രൂപയാണ് നമ്മളുടെ കോസ്റ്റ് വരുന്നത്. കസ്റ്റമർ ഓർഡർ ചെയ്തേക്കുന്നത് 4 രൂപയ്ക്കാണ്. ഓക്കെ, 5,000 യൂണിറ്റ് വേണം. ദെൻ അപ്പോൾ നമ്മൾ ഈ ടൈം പെർസ്പെക്റ്റീവ്, നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ഫസ്റ്റ് നമ്മൾ ഷോർട്ട് റണ്ണിലെ കാര്യം നോക്കാം. ഇഫ് ദ കമ്പനി ലുക്ക് ഫോർ ഷോർട്ട് റൺ ഗെയിൻ, then it may accept the order and make a gain of rupees 1 per unit, that is 5,000. But the company want to take a decision after considering long run implication of the order, it may reject the order. അപ്പോൾ ഷോർട്ട് റണ്ണിൽ എന്താ പറയുന്നത്, ഷോർട്ട് റണ്ണിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാം. കാരണം ഷോർട്ട് റണ്ണിൽ നമ്മൾക്ക് 5,000 രൂപ ഇൻകം ആയിട്ട് കിട്ടും. കാരണം എന്താ, 5,000 രൂപയ്ക്ക് അറ്റ് ദ റേറ്റ് ഓഫ് 4 കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് 3. അപ്പോൾ 4 3 കുറച്ചാൽ 1 രൂപ ആണ് നമ്മൾക്ക് ഒരു യൂണിറ്റിന് ഇൻകം കിട്ടുന്നത്. 5,000 യൂണിറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5,000 × 1 എന്ന് പറയുമ്പോൾ 5,000 യൂണിറ്റ്സ് നമ്മൾക്ക് ഇൻകം ആയിട്ട്, അല്ലെങ്കിൽ 5,000 റുപ്പീസ് നമ്മൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ലോങ് റണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് ഈ ഓർഡർ റിജക്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ദിസ് ഈസ് ബിക്കോസ് ഇഫ് ദ അതർ കസ്റ്റമേഴ്സ് കം ടു നോ അബൌട്ട് ദിസ് ലോ പ്രൈസ്, they may demand a similar low price which cannot be accepted. ലോങ് റണ്ണിൽ നമ്മൾ ഈ ഒരു പോളിസി അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാ കസ്റ്റമേഴ്സും ഇങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ ലോവർ പ്രൈസിന്, ഇങ്ങനെ 1 രൂപ ലാഭത്തിന് അല്ലെങ്കിൽ 4 രൂപയ്ക്ക് 5,000 യൂണിറ്റ് കൊടുക്കുന്നുണ്ട്, അറ്റ് ദ റേറ്റ് ഓഫ് 4 കൊടുക്കുന്നുണ്ട് എന്ന് എല്ലാ കസ്റ്റമേഴ്സും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരും ആ ഒരു റേറ്റിന് കൊടുക്കണം എന്നുള്ളത് ഡിമാൻഡ് ചെയ്യും. നമ്മൾക്കൊരു ഷോർട്ട് റൺ ഗെയിൻ ഉണ്ടാക്കാനായിട്ട് വേണമെങ്കിൽ ഈ ഒരു പോളിസി അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ലോങ് റണ്ണിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾക്കത് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. ഓക്കെ, then it is clear from the above example that all business decisions are taken with a certain time principles. Some has a short run outcome and therefore involve short run time perspective. For example, buying an explosive material for manufacturing crackers for Diwali involves short run outcome and therefore decision should be taken with short run perspective. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും 5,000 യൂണിറ്റ് വെച്ച് 1 രൂപയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് റണ്ണിൽ നമുക്കത് ഇൻകം വാങ്ങാം, പക്ഷേ ലോങ് റണ്ണിൽ അത് നല്ലതല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്ക് പറയാം, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും നമ്മൾ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം റിജക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഷോർട്ട് റൺ ആണോ അല്ലെങ്കിൽ ലോങ് റണ്ണിലേക്കുള്ള ഒരു ഇൻകം ആണോ അത് നമ്മൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ ദിവാലിയുടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദിവാലി എന്നൊക്കെ പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒക്കേഷനാണ് അല്ലേ, ആ ഒരു ദിവാലി ടൈമിൽ മാത്രമേ നമ്മൾക്കത് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ട് മാത്രം ക്രാക്കേഴ്സ്, ദാറ്റ് ഈസ് പടക്കങ്ങൾ, കമ്പിത്തിരി, അങ്ങനെയുള്ള ക്രാക്കേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫേം അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്, അതായത് അതിലിടുന്ന പൊട്ടാനുള്ള മരുന്ന് വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് നമ്മൾക്ക് ഒരു ഷോർട്ട് റണ്ണിലേക്കുള്ള ഔട്ട്കം ആണ് തരുന്നത്. അപ്പോൾ അതിലെടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് റൺ പെർസ്പെക്റ്റീവ് വെച്ചിട്ട്, ഇപ്പോൾ ചെറിയ ഇൻകം ഉള്ളൂ എന്നുണ്ടെങ്കിലും ഷോർട്ട് റൺ പെർസ്പെക്റ്റീവിൽ വെച്ചിട്ടാണ് നമ്മളതിൽ ഡിസിഷൻ എടുക്കേണ്ടത്. കാരണം അതൊരു ചെറിയ ഒക്കേഷനാണ്, ആ ഒരു ഡേയിലേക്ക് മാത്രം വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സോ അത് ഷോർട്ട് റൺ ആണ്. ദെൻ സിമിലർലി സം ബിസിനസ് ഡിസിഷൻ ഹാവ് ലോങ് റൺ ഔട്ട്കം ആൻഡ് ദെയർഫോർ ഇൻവോൾവ്സ് ലോങ് റൺ ടൈം പെർസ്പെക്റ്റീവ്. ഇതുപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ചില ഡിസിഷൻ നമ്മൾ പറഞ്ഞത് ലോങ് റണ്ണിൽ എടുക്കേണ്ട ഡിസിഷൻസും വരാറുണ്ട്. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. A business decision to establish a management institute involving long run outcome and therefore decision should be taken with a long run perspective.
അപ്പോൾ നമ്മളൊരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ബിസിനസ് ഡിസിഷൻ അങ്ങനെ എടുത്തു, നമ്മളൊരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് ഒരു ലോങ് റൺ ഇൻകം ഉണ്ടാക്കി തരുന്ന ഒരു ഡിസിഷനാണ് അല്ലേ. ലോങ് റണ്ണിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കെട്ടുന്നത്. നമ്മൾ ദിവാലിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ല, ലോങ് റൺ ആണ്. സോ അവിടെ എടുക്കുന്ന ഡിസിഷൻസ് നമ്മൾ ലോങ് റൺ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, ദെൻ പ്രൊജക്റ്റിംഗ് എ ഷോർട്ട് റൺ ഡിമാൻഡ് ഇൻ ദിസ് കേസ് വിൽ ബി അൺവൈസ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഷോർട്ട് റണ്ണിൽ ഇൻകം നോക്കിയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ ബെനിഫിറ്റ് നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അൺവൈസ് ആയിരിക്കും. അതായത് നമ്മൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, നല്ലൊരു ഡിസിഷൻ ആയിരിക്കില്ല അത്. ഓക്കെ, അങ്ങനെ 2 കോൺസെപ്റ്റുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി കോൺസെപ്റ്റുകൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.